സർക്കിൾ സർക്കിൾ എന്ന് പറയാൻ നമുക്കറിയാം അല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? സർക്കിൾ എന്ന് പറയുന്നത്. സർക്കിളിന് രണ്ട് വരകൾ നമ്മൾ കൊടുത്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഡിയസ്. നമുക്കറിയാം. ഈ രണ്ട് റേഡിയസ് കൊടുത്തപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്ര? സെൻട്രൽ ആംഗിൾ ഏതൊരു സർക്കിളിന്റെയും ടോട്ടൽ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്, 360 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടം തൊട്ട് ഇവിടെ ഉള്ള ഇതാണ് ആർക്ക് ലെങ്ത്. ഉണ്ടോ? ഈ ലെങ്ത് ഉണ്ടോ? ഇവിടം തൊട്ടുള്ള ലെങ്ത് എത്രയാണ് എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ പറയാണ് 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. ഇത് എത്രയാണ്? 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? അതായത് ഇവിടം തൊട്ട് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുക്കാം. പി മുതൽ യു വരെയുള്ള ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു തന്നിട്ടുള്ള ആംഗിൾ എത്രയാണ്? 60. 60/360. ഇത് കട്ട് ചെയ്യാം. 0 എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 6 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 6 36 എത്ര പ്രാവശ്യം? അപ്പൊ ആൻസർ എത്ര വന്നു? 1/6. അപ്പൊ ഈ ലെങ്ത് എന്ന് പറഞ്ഞ എത്രയായിരിക്കും? 1/6 ആയിരിക്കും. ക്ലിയർ ആയോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ആംഗിൾ ഉണ്ടെങ്കിൽ മാത്രം മതി. നമുക്ക് ടോട്ടൽ ആംഗിൾ ഡിവിഷൻ നടത്തിയാൽ ആർക്ക് ലെങ്ത് കിട്ടും. ഇനി തിരിച്ച് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്നതല്ലേ നമ്മൾ പഠിച്ചത്. ഇനി സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ചിലപ്പോ ആർക്ക് ലെങ്ത് ആയിരിക്കും തരുന്നത്. എന്ത് തരും? ആർക്ക്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ടോട്ടൽ സെൻട്രൽ ആംഗിൾ എടുക്കുക 360 ഇൻറ്റു തന്നിരിക്കുന്നത് ആരാണ്? ആർക്ക് ലെങ്ത് ഇൻറ്റു ആർക്ക് ലെങ്ത് എടുക്കുക. ക്ലിയർ? 6 36 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. എത്ര പ്രാവശ്യം? ബാലൻസ് ഇനി ആരുണ്ട് ഇവിടെ? 6 കൊണ്ട് 0 കൊണ്ട്. അപ്പൊ എത്ര ഡിഗ്രി കിട്ടി? 60. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആയോ? അപ്പൊ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ 360നെ അതിന്റെ സെൻട്രൽ ആംഗിൾ കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ ആർക്ക് ലെങ്ത് കിട്ടും. അതിന്റെ ആംഗിൾ കിട്ടാൻ, സെൻട്രൽ ആംഗിൾ കിട്ടാൻ ടോട്ടൽ സെൻട്രൽ ആംഗിളിനെ ആർക്ക് ലെങ്ത് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോ ആർക്ക് ലെങ്ത് കിട്ടാൻ ഡിവിഷൻ നടത്തുക, ആംഗിൾ കിട്ടാൻ ഇൻറ്റു ചെയ്യുക. സെറ്റല്ലേ? ഈ പറഞ്ഞ കാര്യം സെറ്റല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഇതൊരു സർക്കിൾ ആണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു. ക്ലിയർ? ഇവിടെ 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. എത്രയാണ്? 60 ഡിഗ്രി ആണെന്ന് വിചാരിച്ചോ. 60 ഡിഗ്രി ആണെങ്കിൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഈ ലൈൻ കണ്ടോ? ഈ വരച്ച ഈ ആംഗിളിൽ നിന്ന് ഞാൻ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു, അവിടുന്ന് താഴേക്ക് ഒരു ലൈൻ വരച്ചു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആവുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ 60 ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. എത്ര ആയിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അതുകൊണ്ട് മുകളിൽ ജോയിന്റ് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ കണ്ടോ? അപ്പൊ ഇവിടെ എത്ര വരും? 30. എത്ര വരും? മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എന്താ, ഇവിടെ ഒരു സർക്കിൾ ഞാൻ വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങനൊരു ആംഗിൾ വരയ്ക്കുന്നു. ഇവിടെ ഞാൻ 60 ഡിഗ്രി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? 120. ഡൗട്ട് ഉണ്ടോ? ഇത് എ, ഇത് ഒ, ഇത് ബി, ഇത് സി. എക്സാമിന് ചോദിക്കും ആംഗിൾ എ സി ബി
60 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ ഒ ബി എത്രയായിരിക്കും? 120. ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ആംഗിൾ പി ഒ ക്യു ആർ. ആംഗിൾ പി ഒ ക്യു 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ പി ആർ ക്യു എത്ര ആയിരിക്കും? 35 ഡിഗ്രി. വെരി ഗുഡ്. 35 ഡിഗ്രി. തിരിഞ്ഞു പോകരുത്. എപ്പോഴും സെന്ററിൽ വരുന്നത് എന്തായിരിക്കും? ഇരട്ടി. സെന്ററിൽ വരുന്നത് എന്തായിരിക്കും? ഇരട്ടി. തിരിയുവോ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുന്നത് പഠിച്ചു, ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? സെൻട്രൽ ആംഗിൾ ഇത്ര തന്നാൽ അതിന്റെ മുകളിൽ ജോയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും എന്ന് പഠിച്ചു. ക്ലിയർ അല്ലേ? അതെടുന്ന് എഴുതിയിട്. ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് എഴുതിയിട്. ഈ സർക്കിള് എല്ലാം സെറ്റ് തന്നെ. ഇവിടെ 60 ഡിഗ്രി എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. എ ഒ ബി സി. കണ്ടോ? ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എ ഒ ബി എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ പറയും ഇതിന്റെ പേര്? എങ്ങനെ പറയും? എ സി ബി എന്ന് പറയുമോ? ഇവിടെ കണ്ടെത്തേണ്ട ആംഗിൾ എ സി ബി എത്ര, ആംഗിൾ എ ഒ ബി എത്ര, ഇതാണ് കണ്ടെത്തേണ്ടത്. എ ഒ ബി എന്ന് പറഞ്ഞാൽ ഇതാ. എത്രയായിരിക്കും എ ഒ ബി? മൊത്തം സെൻട്രൽ ആംഗിൾ എത്രയാണ് നമ്മൾ ആദ്യം പഠിച്ചത്? 360. 300. ആ 360 നിന്ന് ആരെ കുറയ്ക്കണം? 60 കുറയ്ക്കണം. അപ്പൊ എത്ര വരും? 300 വരും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടെ 300 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 150. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ 300 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? 150. അപ്പൊ എ സി ബി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 150. എ ഒ ബി എന്ന് പറഞ്ഞാൽ എത്ര വരും? 300. ചിലപ്പോ ഇങ്ങനെയും ആംഗിൾ വരാം. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും? ഇവിടെ 60 ആയതുകൊണ്ട് ഇവിടെ 120 എന്നും പറഞ്ഞ് എടുത്ത് അടിക്കും. ആ സർക്കിള് ഫുൾ എത്രയാണ്? സെൻട്രൽ ആംഗിള് 360 എന്നാണ് നമ്മൾ പഠിച്ചത്. അതിനനുസരിച്ച് വേണം കൊടുക്കാൻ. ഈ പറഞ്ഞ കാര്യം മനസ്സിലായ? നേരത്തെ പറഞ്ഞത് ഒരുപാട് ഡൗട്ട് മനസ്സിലായ? നേരത്തെ പഠിച്ച എവിടെയായിരുന്നു വന്നത്? ഇവിടെ എത്ര ആയിരുന്നു? 60. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? അതിന്റെ പകുതി എത്ര വരും? 30. പക്ഷെ ഇവിടെ വന്നത് എവിടെയാണോ വന്നിരിക്കുന്നത്? അല്ല, എവിടെയാ വന്നത്? മുകളിൽ. അങ്ങനെ വന്നാൽ സെൻട്രൽ ആംഗിൾ കംപ്ലീറ്റ് ആക്കണം. ആക്കിയിട്ട് അതിന്റെ പകുതി വേണം എടുക്കാൻ. ക്ലിയർ അല്ലേ? ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതാ, ഇനി അടുത്തൊരു സർക്കിൾ. ഇവിടെ 60, ഇവിടെ 30. സെറ്റല്ലേ? അങ്ങനാണെങ്കിൽ ഇതിനെങ്ങനെ അങ്ങോട്ട് മുറിച്ചാൽ ഇത് എത്ര ആയിട്ട് മാറും? ഈ ആംഗിളും ഈ ആംഗിളും 15ഉം 15ഉം. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇത് 15, ഇത് 15 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് എത്ര ആയിരിക്കും? ഈ രണ്ട് വരയ്ക്കുള്ള പ്രത്യേകത എന്താ? ഈ ഡോട്ടിട്ട വര എന്താ? ആ വരയും ഈ വരയും തമ്മിലുള്ള പ്രത്യേകത എന്താ? രണ്ടും എന്താണ്? റേഡിയസ്. രണ്ടും എന്താണ്? റേഡിയസിന്റെ പ്രത്യേകത എന്താ? രണ്ട് സൈഡും റേഡിയസ് ആണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്തായിരിക്കും? ഈക്വൽ. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് 15 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് ഈക്വൽ അല്ലേ? ഈ സൈഡ് റേഡിയസ് അല്ലേ? ഇത് റേഡിയസ് അല്ലേ?
ഇത് സെന്ററിൽ നിന്ന് പോകുന്ന വരാതെ ഇത് റേഡിയസ് അല്ലേ. അപ്പൊ ഇത് 15 ആണെങ്കിൽ ഇത് എന്തായിരിക്കും 15. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും 15 15 30. 30 ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാ 180. 180 ആരെ കുറയ്ക്കണം 30. അപ്പൊ ആൻസർ എത്ര വരും 100 എത്ര വരും 150. ക്ലിയർ അല്ലേ. അപ്പൊ ഇവിടെ എത്ര വരും 150. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും ഇവിടെ 15. ഇവിടെ എത്ര വരും 15. ഇവിടെ എത്ര വരും 150. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ. ഒന്നും കൂടി ഞാൻ വലുതാക്കി വരച്ച് കാണിച്ചു തരാം. ഇവിടെ എത്രയാണ് 60. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും 30. തെറ്റല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പേര് കൊടുക്കാം AOBC. ക്ലിയർ. ഇതിനെ നമ്മൾ രണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കുന്നു. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ ഈ BO എന്ന് പറയുന്നതും OC എന്ന് പറയുന്നത് എന്താണ് റേഡിയസ് ആണ്. BO ആൻഡ് OB ആൻഡ് OC ആർ റേഡിയസ്. ക്ലിയർ. ഇത് സെറ്റ് ആയോ. ഡൗട്ട് ഉണ്ടോ. അപ്പൊ ഈ സൈഡും റേഡിയസ് ആണ്. അങ്ങനെ റേഡിയസ് ആയാൽ ഈ BOC എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ. രണ്ട് സൈഡ് ഈക്വൽ ആവുന്ന ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരെന്താ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോ 2 sides are equal, so it is a triangle BOC is isosceles triangle. എഴുതിക്കൂടെ. രണ്ട് ട്രയാങ്കിൾ എന്താണ് രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം BOC ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. സെറ്റ് അല്ലേ. ഇവിടെ രണ്ടായിട്ട് മുറിച്ചപ്പോൾ ഈ ആംഗിൾ എത്രയായി 15. അതുകൊണ്ട് നമുക്ക് പറയാം OCB എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. അതിനെ എഴുതുന്നത് എങ്ങനെയാ ആംഗിൾ O. ഏത് ആംഗിൾ ആണോ എഴുതുന്നത് അതിന് എവിടെ വരണം നടുക്ക് വരണം. അപ്പൊ എങ്ങനെ എഴുതും ആംഗിൾ OCB is equal to എത്ര ഡിഗ്രി 15. ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ B എത്ര ആയിരിക്കും OBC എത്ര ആയിരിക്കും ആംഗിൾ OBC എത്ര ആയിരിക്കും 15 ഡിഗ്രി. എഴുതുന്ന ആംഗിൾ ഏതാണോ അത് നടുക്ക് എഴുതാം. ക്ലിയർ അല്ലേ. സെറ്റ് അല്ലേ പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ BOC എത്ര ആയിരിക്കും ആംഗിൾ BOC എത്ര ആയിരിക്കും. ടോട്ടൽ ഒരു ട്രയാങ്കിൾ എത്രയാണ് 180. അപ്പൊ 180 നിന്ന് ഈ 15 15 കൂട്ടിയത് എത്രയാ 30 ഡിഗ്രി. അത് കുറയ്ക്കുമ്പോ എത്ര കിട്ടും 150 ഡിഗ്രി. അപ്പൊ BOC എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും 150 ഡിഗ്രി. ക്ലിയർ ആയോ അതേപോലെ തന്നെ ഈ സൈഡ് എത്ര ആയിരിക്കും 15 ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും 15 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും 150. 2 300 ഇവിടെ 60 ആയില്ലേ. ക്ലിയർ ആയോ പറഞ്ഞത്. ആംഗിൾ ക്ലിയർ ചെയ്തോ. അതും കൂടി ഒന്ന് എഴുതിയിട്ടോ. നേരത്തെ ചെയ്തതിൽ നിന്ന് ഈ പിക്ചറിനുള്ള ഡിഫറൻസ് എന്താണ് ആദ്യം അത് മനസ്സിലാക്കാം. താഴോട്ടൊരു വരവ്. ഇത് നമുക്ക് പേര് കൊടുക്കാം. ഒരു പേര് കൊടുത്ത് പഠിച്ച എളുപ്പം അല്ലേ. AOBCD. ഇവിടെ ഏത് ലൈൻ വന്നു ADBD എന്ന് പറയുന്ന ഒരു ലൈൻ വന്നില്ലേ. ക്ലിയർ അല്ലേ. ഇവന് നോക്കിയേ. ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും 60. ഇത് ഡൗട്ട് ഇല്ലല്ലോ. എപ്പോഴും അത് മനസ്സിലാകും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും അവിടാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ആംഗിൾ എടുക്കാൻ ACB ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതിൽ നിന്ന് 180 കുറയ്ക്കണം. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം 180 കുറയ്ക്കണം. അപ്പൊ എത്ര വരും 180 - 60. അപ്പൊ എത്ര കിട്ടി
120. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ ചില ആൾക്കാർ വിചാരിക്കാം ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന ആംഗിൾ തന്നെയല്ലേ ഇതെന്ന് വിചാരിക്കും. അല്ല. ഇവിടെ 140. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പറഞ്ഞോ? 70. അങ്ങനെയാണെങ്കിൽ ഇത് ജോയിൻ ചെയ്യുന്നത് എത്രയായിരിക്കും? 180 നിന്ന് 70 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 100. അപ്പൊ ഇവിടെ എത്ര വന്നു? 110. അപ്പൊ ഇവിടെ വരുന്നതാണോ ഇവിടെ വരുന്നത്? ക്ലിയർ ആയോ? ഇപ്പൊ ചെയ്യണമെങ്കിൽ എപ്പോഴും മുകളിലുള്ളത് എന്ത് ചെയ്യണം? 180 നിന്ന് കുറയ്ക്കണം. 180 നിന്ന് കുറയ്ക്കണം. ക്ലിയർ ആയോ? അപ്പൊ നോക്കാം മക്കളെ. ഇത് x ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് x ആണെങ്കിൽ ഇതെന്തായിരിക്കും? അതിന്റെ ഡബിൾ, ദാറ്റ് ഈസ് 2x. എന്തായിരിക്കും? 2x ആയിരിക്കും. ക്ലിയർ ആയോ? ഇത് x ആണെങ്കിൽ ഇതെന്തായിരിക്കും? അത് ഡബിൾ ആണ്. അതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് x ഡിഗ്രി. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം ഒരൊറ്റ ഫിഗറിലെല്ലാം ഉണ്ട്. ഇത് x ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2x. ഇതെന്തായിരിക്കും? 180 മൈനസ് x. ഇത് പഠിച്ചാൽ തന്നെ ഈ ഫിഗർ എല്ലാം നിങ്ങൾക്ക് കിട്ടും. കണ്ടോ? എപ്പോഴും സെന്ററിന്റെ പകുതിയായിരിക്കും. ഇനി തിരിച്ചിങ്ങനെ നിങ്ങളെടുത്ത് തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഇനി ഇങ്ങനെ വന്നാലോ? ഇവിടെ x ആണെങ്കിലോ ഇതെന്തായിരിക്കും? എന്തായിരിക്കും? ഇവിടെ x ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഹാഫ് x. അതിന്റെ പകുതി. എങ്ങനെ എഴുതും? ഹാഫ് x. ഇതിന്റെ പകുതി എന്നല്ല അതിന്റെ അർത്ഥം. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? 180 മൈനസ് ഹാഫ്. ഇത് രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ക്ലിയർ ആയോ പറഞ്ഞ കാര്യം? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇവിടെ 60 ഡിഗ്രി. ഇവിടെ എത്രയാണ്? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? 30. ഡൗട്ടൊന്നും വേണ്ട. ഈ ജോയിന്റിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോയാലും എല്ലാം എത്ര തന്നെ ആയിരിക്കും? 30. ഇത് 30 ആയിരിക്കും. ഇത് 30 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ വന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്? തിരിയരുത്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മാത്രം വരുന്നതല്ല. പകുതി അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ആ ലൈനിൽ നിന്ന് മുകളിലേക്കുള്ള സർക്കിളിലാണ് പോയി തട്ടുന്നതെങ്കിൽ അത് എത്ര ആയിരിക്കും? പകുതിയായിരിക്കും. അങ്ങനെയാണ് ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് 30. ആൻസർ ഈസ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 360 മൈനസ് 60, ദാറ്റ് ഈസ് 300. എന്തായിരിക്കും? ഇതുമായിട്ടുള്ള ഒരു പ്രത്യേകത എന്താ? ഇനി അത് നോക്കിയേ. ഈ ഫിഗറുമായിട്ടുള്ള പ്രത്യേകത എന്താ? ഇത് 120 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 200. ഇത് ക്ലിയർ ചെയ്യണം. 240. എന്നിട്ട് മുകളിലോട്ട് നോക്കണം. മുകളിൽ എത്ര വരുമോ? 240ന്റെ പകുതി എത്രയാ? 120. അപ്പൊ ഇവിടെ എത്ര വരും? 120 120 60.
അപ്പൊ ഇവിടുത്തെയും പ്രത്യേകത എന്താ? ഈ ആംഗിളും ഈ ആംഗിളും നോക്കി, ഇവിടെയും ഇവിടെയും ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ മുകളിൽ വരുന്നത് കണ്ടോ? ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ മുകളിൽ, അല്ലെങ്കിൽ ഇതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത് കണ്ടോ? ഇത് കിട്ടിയാൽ അതിന്റെ പകുതിയായിട്ട് എഴുതാം. ക്ലിയർ ആയോ? അങ്ങനെയാണ് ഇതൊന്ന് നോക്കിയേ. ഇത് 140 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 70 ആയിരിക്കും. സെറ്റ് ആയില്ലേ? എളുപ്പമല്ലേ? അപ്പൊ ഇങ്ങനെ ഫിഗർ വന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്? തിരിഞ്ഞു പോകരുത്. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇങ്ങനെ വന്നാല് ഇവിടെ സെന്റർ ആണെങ്കിൽ അതിനെ കൂട്ടി ചോദിപ്പിക്കുന്നതിൽ വരുന്നത് അതിന്റെ പകുതിയാണെങ്കിൽ, ഇങ്ങനെ ഫിഗർ വന്നാലും അതിനെ കൂട്ടി ചോദിക്കാനും മുകളിൽ വരുന്നത് എന്തായിരിക്കും? പകുതി. ഇതിനകത്ത് തിരിച്ച് വരയ്ക്കുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ വരയ്ക്കുന്നതിനെ തിരിച്ചിങ്ങനെ വരയ്ക്കുന്നു. രണ്ടെന്താ ഒരേ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം. ഇത് 140 അല്ലേ? അപ്പൊ ഇത് എത്ര ആയിരിക്കും? 70. രണ്ടും ഒരേ ഡിസ്പ്ലേയിൽ കണ്ടുകൂടെ? രണ്ടും ഇത് ചരിഞ്ഞിരിക്കുന്നത്, ഇത് നേരെ ഇരിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ക്ലിയർ ആയോ? ഇത് കൺഫ്യൂഷൻ ഫാക്ട് ആണ്. ഇതൊരു കൺഫ്യൂഷൻ ഫാക്ട് വരുന്ന സാധനമാണ്. ഇതൊരു കൺഫ്യൂഷൻ ഫാക്ടിൽ വരുന്ന ഒരു സാധനമാണ്. മനസ്സിലായോ? സെറ്റല്ലേ? ഇതും അതേപോലെ ക്ലിയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം? നമുക്ക് സെറ്റ് ആക്കാം. ഈ ഒരു ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. ക്ലിയർ അല്ലേ? അതുകൂടെ നോട്ട് ചെയ്തിട്ടോ.